ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഒരു സൈഡ് കെട്ട്, ഒരു വീടിന്റെ സൈഡ് കെട്ടാണ്. സൈഡ് കെട്ട് എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ടാണ് സൈഡ് കെട്ടിയിട്ടുള്ളത്. അപ്പൊ ആ കരിങ്കല്ല് കൊണ്ട് സൈഡ് കെട്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് പഴയ കല്ലുണ്ടായിരുന്നു. പഴയ കല്ല് ഏകദേശം ഒരു മുക്കാലോട് കല്ലുണ്ടായിരുന്നു. അങ്ങനെ 2 ലോഡ് കല്ല്, ഫ്രഷ് കല്ല് ഇറക്കിയിട്ട് അങ്ങനെ 2.25 ലോഡ് കല്ലുകൊണ്ടാണ് ഈ 2 സൈഡ് കെട്ടിക്കുന്നത്. ഏകദേശം വന്നുകൊണ്ട് 2.5 അടി 3 അടി ഹൈറ്റ് ചില ഭാഗത്ത് വരുന്നുണ്ട്. ആവറേജ് 2 അടി ഹൈറ്റിൽ അങ്ങനെ പോകുന്നുണ്ട് ചില ഭാഗത്ത്. അപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ടും ഇവിടെ എന്താ ചെയ്തിരിക്കണ വെച്ചാൽ നമ്മൾ ഈ സൈഡ് കെട്ടിയപ്പോ പാതകത്തിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് താഴ്ത്തി നിർത്തിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാതകത്തിനെക്കാട്ടിലും 2 ഇഞ്ച് താഴ്ത്തി നിർത്തിക്കണത് നമ്മൾ ഭാവിയിൽ മുറ്റൊക്കെ ലെവലാക്കുമ്പോൾ ഒരു 2 ഇഞ്ച് സ്ലോപ്പ് അറിയാണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീടിന്റെ ഫൗണ്ടേഷനിലേക്കൊന്നും വെള്ളം ഒലിച്ച് മഴയത്ത് ഇങ്ങനെ വെള്ളം നിന്നുങ്ങാണ്ട് ഫൗണ്ടേഷനിലേക്ക് വെള്ളം വരിഞ്ഞു പോകാതിരിക്കാൻ ആ വെള്ളം മുഴുവൻ നമുക്ക് സൈഡിലൂടെ വന്നിട്ട് വെള്ളം വെളിയിലേക്ക് പോകാനാണ് ഈ 2 ഇഞ്ച് താഴ്ച കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2 ഇഞ്ച് മുഴുവനായിട്ട് സ്ലോപ്പ് കൊടുക്കൂല കേട്ടോ. നമുക്ക് ഏകദേശം വന്നിട്ട് 1 ഇഞ്ചിന്റെ മുകളിൽ ഒക്കെ കണ്ട് കോൺക്രീറ്റ് ആണെങ്കിലും മട്ടി ആണെങ്കിലും മുകളിൽ ഇട്ട് ലെവലാക്കുമ്പോൾ നമുക്ക് ആ ഒരു 2 ഇഞ്ചിന്റെ 1 ഇഞ്ച് പോയി കഴിഞ്ഞാൽ 1 ഇഞ്ച് സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സ്ലോപ്പ് ഇട്ടിരിക്കുന്നത് നമ്മൾ വീട്ടിന്റെ ഫൗണ്ടേഷന്റെ ഉള്ളിലേക്കൊന്നും ഇത്രയും വെള്ളം ഇങ്ങനെ മുറ്റത്ത് നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് വലിഞ്ഞിങ്ങാണ്ട്, കാരണം കരിങ്കല്ലിന്റെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ അടുക്കി കഴിഞ്ഞാൽ വെള്ളം നിൽക്കുമ്പോൾ എല്ലാ ഫൗണ്ടേഷനിലേക്ക് ആ ഒരു എല്ലാ സ്പേസിലും ആ ഒരു ഫൗണ്ടേഷനിലെല്ലാം കവർ ചെയ്തിങ്ങാണ്ട് വെള്ളം നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് പഴയ കട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ കല്ലുണ്ട പടത്തുള്ളത്. ഇവിടെ 425 കല്ല് നമ്മൾ 2 ദിവസം കൊണ്ട് പടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 425 കല്ല് പടുത്തത് ഇവിടെ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് ഇവിടെ കട്ടേന്റെ പടത്തുള്ളത്, പഴയ കട്ടേന്റെ പടത്തുള്ളത്. അപ്പൊ അവിടെ കുറച്ച് സ്പേസ് കിട്ടി, നടന്നു അങ്ങോട്ട് പാസ് ചെയ്ത് പോകാനൊക്കെയുള്ള സ്ഥലം അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു കല്ല് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ ഒരു ഓട് വീടായിരുന്നു ഉണ്ടായിരുന്നത്. ഓട് വീട് പൊളിച്ചപ്പോൾ അവര് ആ കല്ല് മുഴുവനായിട്ട് കൊത്തി പൊളിച്ചെടുത്ത് ഇവിടെ എടുത്തു വെച്ചുകൊണ്ടാണ് 400 ചില്ലാനം കല്ല് ഇവിടെ പടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഇനിയും ഒരു 10-200 ചില്ലാനം കല്ല് ഇവിടെ സംതിങ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ സൈഡും പാടെ കെട്ടി തീർക്കാനും ഉണ്ട്. അപ്പൊ അങ്ങനെ പഴയ വീടൊക്കെ നമ്മൾ പഴയ വീട് പൊളിക്കുമ്പോൾ ആ കട്ട കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കാന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും. അതിൽ നമ്മൾ കല്ലിറക്കേണ്ടി വരില്ല. ഇപ്പൊ മിനിമം വന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ ഒരു കല്ല് അതായത് സെക്കൻഡ് ക്വാളിറ്റി 2ാം നമ്പർ കല്ലിന് 30 റുപ്യ റേഞ്ചൊക്കെയാണ് ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മുടെ നാട്ടിലുള്ളത്, നമ്മുടെ നാട് മണ്ണാർക്കാട്. അപ്പൊ വന്നിട്ട് ഈ മാതിരി കല്ലൊക്കെ നമ്മൾ പഴയ വീടൊക്കെ പൊളിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആണ്. ഈ ഒരു 450 കല്ലിന് ഏതാണ്ട് നമുക്ക് വരുന്നത് 30 റുപ്യാണ് കണ്ടുങ്ങാണ്ട് നമുക്ക് വരും കേട്ടോ. 30 റുപ്യ പറഞ്ഞാൽ സെക്കൻഡ് ഈ പേറി വന്നാൽ 30ന് മോളിക്കല്ലാണ്ട് വരില്ല. കാരണം ഇത് നല്ല അടിപൊളി കല്ലാണ്, പഴയ കല്ലാണ്, നല്ല ഉറപ്പുള്ള ആണിബലുള്ള കല്ലാണ്, അരിപ്പാറ കല്ലാണ്. പിന്നെ അതുകൊണ്ട് നമുക്കിവിടെ സൂപ്പറായിട്ട് പടുത്തിട്ടുണ്ട്. ഇനി തേച്ച് കഴിഞ്ഞാൽ നല്ല കുട്ടനാകെ ഇരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഴയ വീടൊക്കെ പൊളിക്കുമ്പോൾ അതുപോലത്തെ കല്ലുകളെ കണ്ട് ഒഴിവാക്കാതെ നമ്മളിങ്ങനെ എടുത്തു വെക്കാന്നുണ്ടെങ്കിൽ ചുറ്റും അതിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു 6 ചാക്ക് സിമെന്റ് ആട്ടോ. 2 ചാക്ക് സിമെന്റ് ഇവിടെ അടിയിൽ കരിങ്കൽ കെട്ടാനും 6 ചാക്ക് സിമെന്റ് നമ്മൾ മുകളിൽ എങ്ങനെ കെട്ടാനുമായിട്ടുണ്ട്. 1.5 യൂണിറ്റ് പാറപ്പൊടി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഏകദേശം ഒരു 2-3 കോഴ്സ് പാറപ്പൊടി ബാക്കിയുണ്ടാവും. ബാക്കിയുള്ള പാറപ്പൊടി ഒക്കെ എടുത്തിട്ടുണ്ട്. 3 കോഴ്സ് അല്ല, സോറി, 2 കോഴ്സും സംതിങ് ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. ആ ബാക്കിയുള്ള ഇത്ര പാറപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ ഈ സൈഡ് അടിഭാഗത്ത് വെട്ടല കെട്ടിയിട്ടുള്ളത്, അതിന്റെ മുകളിൽ വെട്ടല് പാദത്തിന് വിലം കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കട്ടയും ഒരു ഭാഗത്ത് സ്പേസിൽ തോർത്ത് കട്ടയും ബാക്കിയിൽ അത് വെട്ടലും കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. പരിപാടി പൂർത്തിയായിട്ടുള്ള കുറച്ചും കൂടെ കെട്ടാണ് കെട്ടിയിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞതും മൊത്തത്തിൽ ഇതിന്റെ ചെലവും പാടെ ഒരു വെച്ചിട്ട് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.